അരികിൽ ഞാനണയും കിനാവിനായി കാതോർക്കും കാണാമുള്ളാലുൾ നീറും നോവാണനുരാഗം നീരണിഞ്ഞു മാത്രം വളരുന്ന വള്ളി പോലെ. നീ എൻ്റെ അനിയത്തി ചെയ്ത പോലെ ഞാൻ നിന്റെ അനിയത്തിയും ചെയ്യും. കാണണോ നിനക്ക്? നമുക്ക് കാണാം. പിന്നെ എൻ്റെ പെങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച നിന്നെ നിന്റെ കുടുംബത്തെ ഞാൻ പച്ചയോടെ കത്തിക്കും. നീ ചെയ്തതിന് എന്തായാലും ഞാൻ നിനക്കുള്ള ഉത്തരം തന്നിരിക്കും. കേട്ടോടാ. പിന്നെ സ്വന്തം ചോരയെ തൊട്ട ഏത് തന്തയില്ലാത്തവനായാലും ഈ ജീവൻ കാണിച്ച് തന്നിരിക്കും. കേട്ടോടാ. ആടാ, അതേപോലെ ഞാനും ഏത് തന്തയില്ലാത്തവനായാലും അതേ ചെയ്യൂ. മോനെ, നീ ഇപ്പൊ ഓക്കെ ആണോ? എന്റെ ഏട്ടാ, ഞാനിപ്പോ ഫുള്ളി ഓക്കെയാണ് കേട്ടോ. അത് മതിയുടെ ഏട്ടന്, അത് തന്നെ ധാരാളം. ഏട്ടൻ പറഞ്ഞത് ഞാൻ കേട്ടു. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഏട്ടാ. ഞാൻ സഹിച്ച് എൻ്റെ വിധിയാണ് ഞാൻ കണ്ടോളൂ കേട്ടോ. ചേട്ടൻ്റെ അനിയത്തിയുടെ അഭിനയം കഴിഞ്ഞെങ്കിൽ ഞാനങ്ങോട്ട് പോയിക്കോട്ടെ. രണ്ടിൻ്റെ അഭിനയം കണ്ടിട്ട് എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അതാ ആർക്കാണ് അഭിനയം? നിന്റെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നീ, കേട്ടോ? ഏട്ടാ മതി, വാ പോവാം. എനിക്കിവിടെ നിൽക്കണ്ട. ഒന്ന് വാ ഏട്ടാ പ്ലീസ്. മതിയാക്ക്. തലക്ക് ശ്രദ്ധയില്ലാത്ത ആൾക്കാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ. വെറുതെ ഏട്ടൻ്റെ വായില ഇത് പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ആർക്കാടി തലക്ക് സ്ഥിരതയില്ലാത്ത? നിനക്കായില്ലാത്ത, കേട്ടോ? പോയോ? ഏട്ടനോട് എനിക്കൊന്ന് സംസാരിക്കണം. എന്തേ, നീ അവളുടെ വക്കാലത്തുമായിട്ട് വന്നതാണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല, പ്ലീസ്. എന്തിനാ നീ ഇപ്പം എന്നെ അടിച്ചത്? എന്തിനാന്ന് അറിയില്ല ഏട്ടന്. എന്തിനായിരുന്നു അവളുടെ ജീവിതം നശിപ്പിച്ചത്? അതിന് നേരം ഞാനാണെങ്കിൽ ഏട്ടൻ എന്ത് ചെയ്തേനെ? എനിക്ക് കേൾക്കണം. എന്ത് ചെയ്തേനെ പറ എന്നോട്. നീ ഇപ്പം ചോദിച്ചില്ലേ? നീയാണെങ്കിൽ ഏതവനായാലും അവൻ്റെ തല ഞാൻ അർത്തേനെ. ഓ ആണല്ലേ? ഏട്ടന് മാത്രമുള്ള അനിയത്തിയൊക്കെ. അവക്കും ഇല്ലേ ഒരു കുടുംബം? അത് നശിപ്പിച്ചിട്ടല്ലേ ഏട്ടനോട് നിൽക്കുന്നത്. ഇങ്ങനൊരു നട്ടിലില്ലാത്തവൻ്റെ അനിയത്തിയാണെന്ന് പറയണ എനിക്ക് നല്ല നാണമുണ്ട് കേട്ടാ. രുചി സ്റ്റോപ്പ് ഏട്ടാ. അവളുടെ വക്കാലത്തോടെ എൻ്റെ അടുത്തോട്ട് വരണ്ട നീ. വരും ഏട്ടാ, വരും. ഇനിയും ഞാൻ വരും. ഇങ്ങനത്തെ ഒരു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അങ്ങനെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോയി. ജിയോണയും ക്രിസ്റ്റിയും ഇതുവരെ മിണ്ടാനായിട്ടില്ല. ക്രിസ്റ്റിക്ക് തമ്പ് കാണിച്ച കാര്യങ്ങളെടുത്ത് നല്ല രീതിയിൽ റിഗ്രറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം, എടോ താനെന്നവിടെ നിന്നേ. എന്താ ദ്രോഹിച്ചതൊന്നും മതിയായില്ലേ തനിക്ക്? ഇനി എന്നെ ശല്യപ്പെടുത്താതിരുന്നൂടെ? എടോ, ഐ ആം റിയലി സോറി. ഇപ്പം ഞാൻ എന്നോട് സോറി ചോദിച്ചതോ ഞാൻ തോറ്റുവെന്നൊന്നും നീ വിചാരിക്കണ്ട. എന്നോട് അവൾ മിണ്ടുന്നില്ല. അതുകൊണ്ട് അവൾക്ക് വേണ്ടി ഞാൻ ഇതുവരെ ഒന്നും മാറ്റി വെച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് ഞാൻ അവൾക്ക് വേണ്ടി കൊടുക്കുകയാണ്. അതുകൊണ്ട് മാത്രം ഇപ്പം ഞാൻ സോറി ചോദിച്ചത് നീ എൻ്റെ കരുണയായിട്ട് കണ്ടാൽ മതി, കേട്ടോ? തൻ്റെ ദൈവമൊന്നും എനിക്ക് വേണ്ട. ഞാൻ തൻ്റെ വീട്ടിലുള്ള ആൾക്കാർ കൊണ്ടു കൊടുക്കും, കേട്ടോ? ജിയാണോ? എനിക്ക് എന്ത് പറ്റി? ഹോസ്പിറ്റലിൽ പോവാം. എന്താ പറ്റിയേ? എന്താ ഏതാന്നൊന്നും പറയാൻ സമയമില്ല. താനൊന്ന് വേഗം ആംബുലൻസ് വിളിക്കേ. ആ സാർ, ദേ വിളിക്കാം. നീ എന്ത് ചെയ്തടാ അവളെ? എവിടെയാടാ അവള്? പറ. എനിക്കറിയില്ല. അവള് വേഗം തലയിറങ്ങി വീണു. അവൾക്ക് എന്തെങ്കിലും പറ്റിയ കുടുംബത്തോട് കത്തിക്കും ഞാൻ എല്ലാത്തിനെയും.
ഏട്ടാ കുക്കുന് എന്താ പറ്റിയേ ഒന്ന് പറ. ഞാനൊന്നും ചെയ്തില്ല. ഞാനും അവളെ കാണാൻ വേണ്ടി തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അതെ, ഇതൊരു ഹോസ്പിറ്റലാണ്. നിങ്ങൾ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഇവിടെ. സോറി ഡോക്ടർ, ഇനി ആവർത്തിക്കില്ല. ജിയോണയുടെ കൂടെ വന്നത് ആരാണ്? ഡോക്ടർ, ഞങ്ങളാണ്. ആ, പേടിക്കാനൊന്നുമില്ല കേട്ടോ. ആള് 2 months പ്രഗ്നൻ്റ് ആണ്. സോ കൺഗ്രാറ്റുലേഷൻസ്. എന്ത്? ഡോക്ടർ, ഞങ്ങൾക്കൊന്ന് അവളെ കാണാൻ പറ്റുമോ? എങ്ങോട്ട് പോവാ? എന്തിനാണ് അവളെ ഇനിയും കരയിപ്പിക്കാനാണോ? ഇത്രയും തന്നത് നിനക്ക് മതിയായില്ലേ? ഇത് തന്നെ ധാരാളം. നിന്റെ സമ്മാനത്തിനെല്ലാം നന്ദി. ഇപ്പം നീ ചെല്ല് പ്ലീസ്. ഞാനൊന്ന് അവളെ കണ്ടോട്ടെ. ഒരു പ്രാവശ്യം മാത്രം കണ്ടാൽ മതി. ഏട്ടാ, നമുക്ക് അവളെ കാണാനുള്ള ഒരു അവകാശമില്ല. ആര് പറഞ്ഞില്ലാന്ന്? അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ച് എൻ്റേതാണ്. ഇപ്പൊ നിനക്കെല്ലാം അറിയാം. ആദ്യം തന്നോട് എൻ്റെ കൊച്ചിനോട് നീ ഇങ്ങനെ കാണിച്ചേ. ഇനി നീ എൻ്റെ മുമ്പിലോ അവളുടെ മുമ്പിലോ വന്ന് നിന്നെ ഞാൻ പിച്ച് ചീന്തി എറിയും. ഇനിയെങ്കിലും നീ ഞങ്ങളുടെ മൂവി വരാതിരിക്കുക. ഇപ്പം ഞാൻ പോവും. അത് നിങ്ങളെ പേടിച്ചിട്ടൊന്നുമല്ല. അവൾക്ക് ഇനിയെങ്കിലും ഒരു നല്ല ജീവിതം ഉണ്ടാവാൻ മാത്രമാണ്. മതിയാണ് നിന്റെ കള്ളക്കണ്ണീര്. എനിക്ക് പോവല്ല. താനിപ്പോ ഒരു കാര്യം ഓർക്കണം. താനിപ്പോ ചെയ്യുന്നതേ വളരെ വലിയൊരു തെറ്റാണ്. നീ പോടി വല്ല വാചകം ഓടിക്കാതെ. ആ ദുഷിപ്പിന്റെ അനിയത്തിയല്ലേ നീയും ഇങ്ങനെ തന്നെ ആയിരിക്കും. എടോ, അവരൊന്നിക്കേണ്ടവരാണെങ്കിൽ ദൈവം എന്ത് വില കൊടുത്തും അവരെ ഒന്നിക്കും. താനത് ഓർത്തോ? നീ ഓക്കെ അല്ലേ? ഏട്ടാ, എനിക്ക് എന്താ പറ്റിയേ? ഒന്ന് പറ എന്നോട്. എടാ, നീ പ്രഗ്നന്റാടാ. സത്യമാണോ പറയുന്നത്? ഏട്ടാ, സത്യം പറ. സത്യമാണ് ഞാൻ പറയുന്നത്. ഇനി എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. ഈ കുഞ്ഞിനെ നമുക്ക് വേണ്ടടാ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊന്നാലും എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. നീ സമ്മതിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഏട്ടാ പ്ലീസ്, വേണ്ട. എൻ്റെ കുഞ്ഞിനൊന്നും ചെയ്യരുത് പ്ലീസ്. മൂടിയ വേടനേതോ അരചോര പറന്ന പെരും വഴിനായാടിയ താളമോ കരിന്തേളുകൾ വള്ളികരാളികൾ കരിമൂടിയ വേടനേതോ അരചോര പറന്ന പെരും വഴിനായാടിയ താളമോ